സ്വതന്ത്ര ഭാരതത്തിൽ ബാബ സാഹിബ് അംബേദ്കർ അദ്ദേഹം ജനിച്ച സമുദായത്തിൽ ഉൾപ്പെടെ ഈ രാജ്യത്ത് അനുഭവിക്കുന്ന ദരിദ്ര കോടികളുടെ വിഷയങ്ങൾ കണ്ടുകൊണ്ട് സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും രാഷ്ട്രീയമായും പിന്നോക്കം നിൽക്കുന്ന കുറേ ആളുകൾ ജനിച്ച ജാതികളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. അതല്ലാതെ കുറഞ്ഞതെന്നുള്ള അർത്ഥത്തിലല്ല, ജോലിയൊന്നും ഇല്ലാത്ത തൊഴിലില്ലാത്ത പാവപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കി. അതിനെ പട്ടികപ്പെടുത്തി, അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ്. അങ്ങനെ കുറേ ആളുകളെ ഷെഡ്യൂൾഡ് കാസ്റ്റാക്കി കുറച്ച് പേരെ കുറച്ചുകൂടി ബുദ്ധിമുട്ടുന്ന ആളുകളെയൊക്കെ അല്ലെങ്കിൽ കാട്ടിലൊക്കെ താമസിക്കുന്നവരെ ഷെഡ്യൂൾഡ് ട്രൈബാക്കി. അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കി. അവർ സ്വതന്ത്ര ഭാരതത്തിൽ അവർക്ക് സംവരണം പോലുള്ള ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുന്നു. അതവിടെ നിൽക്കട്ടെ. കോടാനുകോടി രൂപയാണ് പദ്ധതികളായി നടപ്പിലാക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ആവട്ടെ കേരള ഗവൺമെൻറ് ആവട്ടെ, കോടാനുകോടി രൂപയാണ്. ഈ പദ്ധതികൾ നടപ്പിലാകുന്നുണ്ടോ നോക്കാൻ എല്ലാ പഞ്ചായത്തിലും SC ST പ്രൊമോട്ടർമാരുമുണ്ട്. അവർ നന്നായി ജോലി ചെയ്യുന്നവരാണ്. അവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അവർ ഈ വിഭാഗത്തിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ അവരുടെ വിഭാഗത്തിന് ആളുകൾക്ക് ശമ്പളവും ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ, അവർ ആനുകൂല്യം വാങ്ങിച്ചു കൊടുക്കാൻ അവർ പണിയെടുക്കുമല്ലോ. അവർ ജോലി ചെയ്യുന്നവരാണ്. പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതിന് പലപ്പോഴും അവർക്ക് ഫണ്ട് കൊടുക്കുന്നില്ല. കൊടുക്കുന്ന ഫണ്ട് വകമാറ്റി പോകുന്നു. ഞാൻ 2 എക്സാമ്പിൾ പറയാം, മന്ത്രിയുടെ അറിവിലേക്കാണ്. സ്കൂൾ കുട്ടികൾക്കുള്ള പ്രോജക്റ്റ്, യൂണിഫോം പ്രോജക്റ്റ് പഞ്ചായത്തിൽ വച്ചിരിക്കുന്നു. ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തൊക്കെ വച്ചിരിക്കുന്നു. ഊരുകൂട്ടത്തിൽ പോയി അനൗൺസ് ചെയ്തിട്ട് വർഷാവസാനമാണ് അവർക്ക് യൂണിഫോം കൊടുക്കുന്നത്. എന്ത് വികസനമാണ് നമ്മൾ പറയുന്നത്? എന്ത് കേരള നമ്പർ 1 ആണ്? എന്ത് മാതൃകയാണുള്ളത്? വർഷാവസാനമാണ്. ഞാനത് വിത്ത് ഡേറ്റയാണ് പറയുന്നത്. ഡേറ്റ ഞാൻ ചാനലിൽ അത് ആരാണ് സോഴ്സ് എന്നതെന്ന് പറയുന്നില്ല. അത് അതിൻ്റെ ഒരു എത്തിക്സ് ഉള്ളതുകൊണ്ട് വർഷാവസാനമാണ് കൊടുക്കുന്നത്. ചില സ്ഥലങ്ങളിൽ കഴിഞ്ഞ വർഷത്തേതാണ് ഈ വർഷം കൊടുക്കുന്നത്. അതും എപ്പോഴാണ് കൊടുക്കുന്നത്? വർഷാവസാനം. ഇനി വേറെയും ഉദാഹരണങ്ങളുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിവസത്തെ ജോലി കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കും. 100 ദിവസത്തെ ജോലി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ SC ST ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊടുക്കും. ഈ കൊടുക്കുന്ന 100 ദിവസത്തിൽ ഒരു വർഷമായി ഈ തൊഴിലുറപ്പ് ചെയ്തിട്ട് 48ഉം 50ഉം ദിവസത്തെ പൈസ ഒരു വർഷമായി കിട്ടാത്ത ഒരുപാട് ഊരുകൂട്ടങ്ങളിലെ തൊഴിലാളികളുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി അറിഞ്ഞിരിക്കേണ്ടത് 369 രൂപ ഒരു ആദിവാസിക്കോ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു പട്ടികജാതി പട്ടികവർഗക്കാരന് കിട്ടിയാൽ 369 രൂപ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതമാണ് മെച്ചപ്പെടുന്നത്. എന്തുകൊണ്ട് പട്ടികജാതി പട്ടികവർഗക്കാരും ദളിതന്മാരുമായ ആളുകൾ കൂടുതൽ ജയിലിൽ കിടക്കുന്നു? അവർ കൂടുതൽ തെറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല, തെറ്റ് എല്ലാവരും ചെയ്യുന്നു. അവർ കിടക്കുന്നത് അവർക്ക് ജാമ്യം എടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടും സ്വന്തമായി വീടില്ലാത്തതുകൊണ്ടും കൊടുക്കാൻ ഒരു പ്രമാണമില്ലാത്തതുകൊണ്ടും ഒക്കെ കൂടിയാണ്. ഞാൻ ക്രിമിനലിനെ പുറത്തിറക്കണമെന്ന് ന്യായീകരിക്കാനല്ല പറഞ്ഞു, ഒരു സോഷ്യൽ കണ്ടീഷൻ പറഞ്ഞതാണ്. അപ്പോൾ 369 രൂപ എന്ന് പറയുന്നത് നാമമാത്രമായ തുകയാണ്. ആ തുക ഒരു വർഷമായിട്ട് കിട്ടാത്ത ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ട് ഇവിടെ. അത് ഊരുകൂട്ടങ്ങളിൽ ബഹളമാകുന്നു. അവർ വിവരാവകാശം കൊടുക്കേണ്ടി വരുന്നു. അവർ കളക്ടർക്ക് പരാതി കൊടുക്കുന്നു. അവർ ഡയറക്ടറേറ്റ് വിളിക്കുന്നു. ഫണ്ട് കിട്ടിയിട്ടില്ല. ഒന്നുകിൽ നിങ്ങൾ ഈ പരിപാടികൾ മതിയാക്കണം, ബഹുമാനപ്പെട്ട മന്ത്രി. ഈ തള്ളും ബഹളമൊക്കെ മതിയാക്കണം. അല്ലെങ്കിൽ കൃത്യമായി ഈ പണം ഇതിലേക്ക് മൊബിലൈസ് ചെയ്യുന്നു നോക്കണം. നമ്മുടെ വീട്ടിൽ ഒരാൾ ജോലിക്ക് വന്നിട്ട് അയാൾ വൈകുന്നേരം പോകുമ്പോൾ കൂലി കൊടുക്കാതിരുന്നാൽ അവരെ വീട്ടിൽ പട്ടിണിയാകും. ഇത് ഒരു വർഷം, 1 മാസമാവട്ടെ 2 മാസമാവട്ടെ 5 മാസം 6 മാസം, ഒരു വർഷം ആയിട്ട് പൈസ ബാങ്ക് അക്കൗണ്ടിൽ ചെല്ലാത്ത ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്ത് വരുന്നു. ഇതൊരു വലിയ ദുരന്തമാണ്, ദുരിതമാണ്, ഗതികേടാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തന്നെയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അടിയന്തരമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ കൃത്യമായി ഒരു അവകാശമായതുകൊണ്ട്, തൊഴിലാളികളുടെ അവകാശമായതുകൊണ്ട്, ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഗ്യാരണ്ടി ആക്ട് ആയതുകൊണ്ട് അവരുടെ അവകാശത്തിൽ, അവരുടെ ഫണ്ടമെന്റൽ റൈറ്റാണിത്, അവരുടെ റൈറ്റിൽ കയറി കൈവയ്ക്കാൻ ഓരോ ഉദ്യോഗസ്ഥനും അനുവദിക്കരുത്. കോർപ്പസ് ഫണ്ട് കൊടുക്കണം. മറ്റെന്തെല്ലാം മാറ്റിവെച്ചാലും ജോലി ചെയ്തതിന് കൂലി കൊടുക്കണം. അതൊരു സാമാന്യ മര്യാദയാണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കട്ടെ. തീർച്ചയായിട്ടും എന്തായാലും ഞാനിത് വിത്ത് ഡേറ്റയാണ് സംസാരിക്കുന്നത്. ഈ വീഡിയോ മന്ത്രി കൂടി കാണും എന്ന് തന്നെ ഞാൻ കരുതുന്നു. കൃത്യമായ നടപടി ഉണ്ടാകട്ടെ. നമ്മുടെ ഊരുകൂട്ടങ്ങളിൽ ഈ പറയുന്ന പോലെ അവരും ജനങ്ങളാണ്, ഇവിടെ ജനിച്ചവരാണ്. ആദിവാസികൾ എന്ന് പറഞ്ഞാൽ ആദ്യം വസിക്കാൻ വന്നവരാണ്. അതിന് നമ്മൾ ആദ്യവാസികൾ എന്നുള്ള പേര് മാറ്റി സൗകര്യപൂർവ്വം നമ്മൾ ഫാൻസി പേരിട്ട് ആദിവാസികളായി. അപ്പോൾ എന്തോ കുറഞ്ഞവരാണെന്നുള്ള രീതിയിലേക്ക് അവരെ മാറ്റി അവരിപ്പോഴും മഴയത്തും വെയിലത്തും ഒക്കെ നിൽക്കുകയാണ്.
പട്ടയമൊക്കെ കൊടുക്കുമെന്ന് പറയുന്നു. ആ കഥയൊക്കെ നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. എന്തായാലും ആദിവാസികളുടെ ഈ അവസ്ഥ, അല്ലെങ്കിൽ പട്ടികവർഗക്കാരുടെ പട്ടികജാതിക്കാരുടെ ഈ അവസ്ഥ വളരെ ഗതികേടാണ്. മന്ത്രി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് വിനയപുരസരം ഈ ചാനലിന് വേണ്ടി, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു.